السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وأجمل منك لم تر قط عيني وأفضل منك لم تلد النساء. خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അടുത്തുനിന്നും അകലെ നിന്നും ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാരെ, അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കുകയും ഈ ലോകത്തോട് വിട പറയുന്ന സന്ദർഭത്തിൽ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്ന പരിശുദ്ധമായ ദീൻ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ലോകത്തിൽ അവർക്കെത്താവുന്ന പ്രദേശങ്ങളിലൊക്കെ കടന്നു ചെന്നുകൊണ്ട് ആ മതം എത്തിച്ചു കൊടുത്തു. കേരളക്കരയിലും ആഫ്രിക്കൻ വനാന്തരങ്ങളിലുമെല്ലാം പ്രവാചക വിയോഗാനന്തരം സ്വഹാബികൾ കടന്നു ചെല്ലുകയും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ എല്ലാ വിഷയങ്ങളെയും, ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ നന്മകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതകാലത്ത് തന്നെ പഠിപ്പിച്ചു കൊടുക്കുകയും
ഒരു മനുഷ്യൻ നരകത്തിലേക്ക് പോകാൻ കാരണമാകുന്ന എന്തൊക്കെ വിഷയങ്ങളുണ്ടോ അതെല്ലാം സമുദായത്തിൻ്റെ മുന്നിൽ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ സ്വർഗത്തിലേക്ക് എത്താവുന്ന എല്ലാ നന്മകളും ഖിയാമത്ത് നാൾ വരെ ജീവിച്ചിരിക്കുന്ന മനുഷ്യ സമുദായത്തിനാകമാനം മാർഗദർശനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുകയും അവിടുത്തെ വിയോഗാനന്തരം സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അത് ലോകത്തുടനീളം വ്യാപിപ്പിക്കുകയും ചെയ്തത് നമുക്കറിയാവുന്നതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലോ ഇസ്ലാമിൻ്റെ സുന്ദരമായ ഭരണം 30ഓളം വർഷക്കാലം 4 ഖലീഫമാര് ഭരണം നടത്തുമ്പോൾ സമ്പൽ സമൃദ്ധിയിൽ മുസ്ലിം സമുദായം അത്യുന്നതമായ അവസ്ഥയിലേക്ക് എത്തിയപ്പോഴും സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവരുടെ ജീവിതകാലത്തിൽ ഒരിക്കൽ പോലും റബീഉൽ അവ്വൽ 12-ന് ഇന്ന് നാം കാണുന്ന രൂപത്തിലുള്ളൊരു ജന്മദിനാഘോഷം കൊണ്ടുവടിയിട്ടില്ല. ശേഷം വന്ന താബിഈങ്ങളെ പരിശോധിച്ചാൽ നമുക്കതറിയാൻ കഴിയുന്നു. പിൽക്കാലത്ത് വിജ്ഞാന വിസ്ഫോടനം നടന്ന 4 മദ്ഹബിൻ്റെ ഇമാമുമാരുടെ കാലഘട്ടം ഉന്നതമായ നിലവാരത്തിൽ കർമ്മശാസ്ത്ര വിഷയങ്ങളെ അപഗ്രഥിച്ച 4 മദ്ഹബിൻ്റെ ഇമാമുമാർ അവരുടെ കാലഘട്ടത്തിലും ഇത്തരമൊരു സമ്പ്രദായത്തെക്കുറിച്ചൊരു പരാമർശമോ അത്തരമൊരു സമ്പ്രദായത്തിന് ഇസ്ലാമിലുള്ളതാണെന്നോ അല്ലെങ്കിൽ അതിന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ളതാണെന്നോ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. എത്രത്തോളം ഇതുകൊണ്ട് തന്നെ കേരളത്തിലുടനീളം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതും സൂഫികളായി അറിയപ്പെടുന്ന ആളുകൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടോ അവിടെയൊക്കെ നടന്നു വരുന്ന ഇത്തരം നബിദിനാഘോഷം എന്ന് പറയപ്പെടുന്ന ഇഹ്തിഫാൽ മൗലിദുൻ നബി, അത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചതല്ലെന്നും സ്വഹാബത്തിൻ്റെ നടപടിക്രമങ്ങളിൽ ഇല്ലാത്തതാണെന്നും വളരെ വ്യക്തമായി മുജാഹിദ് പ്രസ്ഥാനം കേരളക്കരയിൽ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ തന്നെ ലോകത്തുടനീളമുള്ള സലഫികൾ ആ കാലഘട്ടത്തിൽ ഓരോ സ്ഥലത്തും ജനങ്ങളെ ബോധവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ വിശാലമായതിൻ്റെ മേഖലകളിലേക്ക് നടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, നബിദിനാഘോഷം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ, പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം കേരളക്കരയിൽ മുജാഹിദുകൾ ഉന്നയിച്ചപ്പോൾ അതിന് കേരളത്തിലെ അറിയപ്പെടുന്നൊരു പ്രസംഗകൻ്റെ മറുപടി, കേരളക്കരയിൽ അറിയപ്പെടുന്നൊരു പ്രസംഗകൻ്റെ മറുപടി, നബിദിനാഘോഷം പ്രവാചകൻ എൻ്റെ ജന്മദിനം ആഘോഷിക്കണമെന്ന് നബിതങ്ങൾ പറയണോ? നബിതങ്ങൾ അങ്ങനെ പറയുമോ? പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പൊങ്ങച്ചക്കാരനല്ലേ ആവുക എന്ന മറുപടിയാണ് കേരളക്കരയിലെ കാരന്തൂരി വിഭാഗത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസംഗകന്റെ മറുപടി. കേട്ടുള്ളൂ. മൗലവിമാര് പറഞ്ഞെന്താ, മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കണ്ട, എന്താ ജന്മദിനം ആഘോഷിക്കണമെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടില്ലല്ലോ. ഏതെങ്കിലും ഒരു നേതാവ് പറയും എന്റെ ജന്മദിനം ആഘോഷിക്കണോ, എന്റെ ജന്മദിനം ആഘോഷിക്കണോ എന്ന് പറഞ്ഞാൽ അവൻ അയാൾ നേതാവ്, അയാളിന്റെ ഒരു പ്രത്യേക പൊങ്ങച്ചക്കാരനല്ലേ ആവുക. നിങ്ങളെ പോലെ ഞാൻ 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 പറഞ്ഞ നേതാവ് ഉണ്ടാവും. കേട്ടോ എന്താ പറഞ്ഞത്? എന്റെ ജന്മദിനം ആഘോഷിക്കണമോ എന്ന് ആഘോഷിക്കണമെന്നൊരു നേതാവ് പറയുമോ? പറഞ്ഞാൽ അയാൾ പൊങ്ങച്ചക്കാരനല്ലേ ആവുക. നിങ്ങളെപ്പോലെ ഞാൻ 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 എന്ന് പറഞ്ഞു നടക്കുന്ന ആളാണോ നബിതങ്ങൾ എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ അതായിരുന്നല്ലോ മറുപടി പറയേണ്ടത്. എന്നാൽ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടേ? പറയണം. അല്ലെങ്കിൽ അവിടുന്ന് ചെയ്തു കാണിക്കണം, അല്ലെങ്കിൽ അവിടുന്ന് അംഗീകരിക്കണം. എന്നാൽ ഇത് മൂന്നും അവിടുത്തെ ജീവിതകാലത്തിൽ ഉണ്ടായിട്ടില്ല. റബീഉൽ അവ്വൽ 12-ന് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഘോഷയാത്രയും ഗുലുമാലുകളുമെല്ലാം അതിന്റെ ചെറിയ അർത്ഥത്തിലെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇല്ല. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണോ എന്ന ചോദ്യം തിരിച്ചു ചോദിക്കുന്നത്. മാത്രമല്ല, അങ്ങനെ പറഞ്ഞാൽ നബിതങ്ങൾ പൊങ്ങച്ചക്കാരനാകൂലേ? ഞങ്ങൾ പറയുന്നു ആകൂല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സുഇല സൗമു യൗമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കുന്നതിനെ കുറിച്ച് റസൂലുള്ളാഹിനോട് ചോദിക്കപ്പെട്ടു. അപ്പൊ റസൂലുള്ള പറയുകയാണ്, ഫീഹി വുലിത്തു, അന്നാണ് ഞാൻ ജനിച്ചത്.
അന്നാണ് ഞാൻ ജനിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലോകം എല്ലാ തിങ്കളാഴ്ചയും സുന്നത്ത് നോമ്പനുഷ്ഠിക്കുകയാണ്. എന്നാൽ റബീഉൽ അവ്വൽ 12 അന്നാണ് ഞാൻ ജനിച്ചതെന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നില്ല, അള്ളാഹുവിൻ്റെ റസൂല് ആഘോഷിക്കുന്നില്ല, കഴിഞ്ഞില്ല. പിന്നെ എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഞാൻ എന്ന് പറയുന്ന നേതാവാണോ? അതെ, ആ നേതാവ് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, അവ്വലു മൻ ദഖലൽ ജന്നത അന, അവ്വലു മൻ ദഖലൽ ജന്നത അന, സ്വർഗത്തിലേക്ക് ആദ്യം പ്രവേശിക്കുന്നയാൾ ഞാനാണ്. സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ച് തിരിച്ച് അതിലേക്ക് ആദ്യം പ്രവേശിക്കുന്നയാൾ ഞാനാണ്. കഴിഞ്ഞില്ല. അന സയ്യിദു വലദി ആദം, ആദം സന്തതികളുടെ നേതാവ് ഞാനാണ്. അന ഹബീബുല്ലാ, ഞാൻ അല്ലാഹുവിൻ്റെ ഹബീബാണ്. അന ഖലീലുല്ലാ, ഞാൻ അല്ലാഹുവിൻ്റെ ഖലീലാണ് എന്ന് തുടങ്ങുന്ന ഞാൻ എത്രയെത്ര പ്രാവശ്യം അല്ലാഹുവിൻ്റെ റസൂൽ. അപ്പോൾ അറിയാതെ മതം പറയാൻ നടന്നാലുള്ള പ്രശ്നം ഇതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് 40-ാമത്തെ വയസ്സിൽ നബുവത്ത് കിട്ടി. 63-ാമത്തെ വയസ്സിൽ അതേ ഹിജ്റയുടെ 11-ാം വർഷം ലോകത്തോട് വിട പറയുന്നത് വരെ അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റബീഉൽ അവ്വലിലെങ്കിലും ഇപ്രകാരം ഒരു പ്രവർത്തനം ചെയ്തിട്ട് തെളിയിക്കാൻ മുസ്ലിയാക്കന്മാരെ നിങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് ഏറ്റവും വലിയ തലതൊട്ടപ്പനായ സഖാഫികളുടെ നേതാവ് പ്രഖ്യാപിച്ചത് അങ്ങനെ പറയണോ? അങ്ങനെ പറഞ്ഞു എന്ന് പറയാനില്ല. വേറൊരാള് തെളിവൊന്നും അല്ലെങ്കിലും മഹാന്മാരുടെ സ്വപ്നം അംഗീകരിക്കണമല്ലോ. ഒരു സ്വപ്നജീവി എന്ന് വിളിക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹം ഈ കാലഘട്ടത്തിൽ ഒരു സ്വപ്നം കണ്ടതായ ഒരു തെളിവ് പറയുന്നുണ്ട്, കേട്ടോളൂ. ഇമാം സറുഹൂനി റസൂലുള്ളാഹിനെ അതാ ദർശിക്കുകയാണ്. അവര് പറയുന്നു, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ ഞാൻ കണ്ടു. ഫദക്കർതു ലഹു, അപ്പോൾ നബിയോട് ഞാൻ പറഞ്ഞു, മാ യുഖാലു ഫി അമലിൽ വലായിമി, നബിയേ അതാ റസൂലുള്ളാഹിന്റെ പേരിൽ അതാ ഭക്ഷണങ്ങൾ സംഘടിപ്പിക്കുന്നത് പലരും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ, പലരും അതിനെ എതിർക്കുന്നുണ്ടല്ലോ, പലതും പറയുന്നുണ്ടല്ലോ നബിയേ. ഖാല, നബി തങ്ങൾ പറഞ്ഞു, മം ഫരിഹ ബിനാ, നമ്മൾ ജനിച്ച പേരിൽ നമ്മളുടെ പേരിൽ ആരെങ്കിലും സന്തോഷിച്ചാൽ ഫർഹിനാ ബിഹി, അവന്റെ പേരിൽ നമുക്കും സന്തോഷമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് ഓതാനും മദീനയുടെ സാസ് സംഘടിപ്പിക്കാനും ഞാനിത് തെളിവായി പറഞ്ഞിട്ടില്ല, മറിച്ച് സാലിഹീങ്ങൾ കണ്ട മനാമാണ്. എന്തിനാണ് ഈ സാലിഹീങ്ങൾ കണ്ട മനാമ് ജനങ്ങളോട് പറയുന്നത്? ഇത് തെളിവാക്കിയിട്ടൊന്നും പറഞ്ഞല്ല, നേരത്തെ റസൂല പറഞ്ഞിട്ടില്ല, തെളിഞ്ഞു. ഇനി സാലിഹീങ്ങളുടെ മനാമ് പറയുകയാണ്. എന്തിനാണ് ഈ മനാമ്? ആളുകൾ നബിദിനത്തിന്റെ സദസ്സിൽ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന കണ്ടപ്പോൾ ചില ആളുകൾ വിമർശിച്ചത്രേ. അപ്പൊ സ്വപ്നം കണ്ടപ്പോൾ റസൂലുള്ളാഹിനോട് പറയാം, നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ വലായിമ നടത്തുന്ന സമയത്ത് ആളുകൾ ഇങ്ങനെ കുറ്റം പറയുന്നുണ്ടല്ലോ, നബി എതിർക്കുന്നുണ്ടല്ലോ. അപ്പൊ റസൂലുള്ള പറഞ്ഞതാണ്, ആരെങ്കിലും എന്നെ കൊണ്ട് സന്തോഷിച്ചാൽ ഞാനും അവരെ കൊണ്ട് സന്തോഷിക്കുന്നതാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്തിനാ പൊതുജനങ്ങളുടെ മുന്നിൽ ഇത് പറയുന്നത്? ജനങ്ങളൊക്കെ അതിലേക്കൊന്ന് ആകൃഷ്ടരാവണം. സ്വാലിഹീങ്ങളൊക്കെ അങ്ങനെ സ്വപ്നം കണ്ടിരിക്കുന്നു, അതുകൊണ്ട് നബിദിനത്തിലേക്ക് കൂടുതൽ കൂടുതൽ കടന്നു വരണം എന്ന് പല തരത്തിലുള്ള സ്വപ്നങ്ങൾ. ഇതൊന്നും അല്ല സ്വപ്നം. സ്വപ്നങ്ങൾ ധാരാളുണ്ട്, ഇഷ്ടംപോലെ സ്വപ്നം മൂപ്പര് കണ്ട്. ഇപ്പൊ സ്വപ്നം കാണിക്കാതിരിക്കാൻ സക്കാഫികൾ പ്രത്യേകം ശ്രദ്ധിക്കാണ്. ഇടത്തും വലത്തും മുങ്കറിനെ കീറും പോലെ രണ്ടാളുകൾ നിന്നിട്ട് മൂപ്പരെ ഉറക്കാതിരിക്കാൻ. കാരണം ഉറങ്ങിയാൽ സ്വപ്നം കാണും, കണ്ടാതെ ജനങ്ങളോട് പറയും, പറഞ്ഞാൽ നമുക്കത് പണിയാവും. കാന്തപുര വിഭാഗത്തിലെ വലിയ പ്രശ്നം ഇപ്പോൾ അതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്വപ്നവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് അടുത്ത വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ നോക്കണം, ഇദ്ദേഹത്തിന്റെ സ്വപ്നവുമായി ബന്ധപ്പെട്ട് പറയാവുന്നതൊക്കെ വായിൽ വരുന്നതൊക്കെ കോതക്ക് പാട്ട് നിലക്ക് മൂപ്പര് പറയാറുണ്ട്. അവസാനം ഔദ്യോഗിക സമസ്തയിലെ പണ്ഡിതന്മാരോട് ചോദിച്ചു, അല്ല ഇങ്ങനെ ഈ ചങ്ങായി സ്വപ്നം കണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ വന്നാൽ ഈ ചങ്ങായിയുടെ വിധി എന്താണ്, സ്വപ്നജീവിയുടെ വിധി എന്താണ് എന്ന് അദ്ദേഹത്തോട് ഔദ്യോഗിക സമസ്തയിലെ ഒരു പണ്ഡിതനോട്, ആ പണ്ഡിതനൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം മുമ്പ് കാന്തപുരം വിഭാഗത്തിലായിരുന്നു, പിന്നീട് ഔദ്യോഗിക സമസ്തയിലേക്ക് പോന്നു. ഇപ്പോൾ കാന്തപുരം സമസ്തയുടെ കണ്ടകോടാലിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സഖാഫിയുടെ വാക്ക് കേട്ടോ. പേര് അബ്ദുൽ ബാരി, ചാവക്കാട്. ഞാൻ ചോദിക്കുന്ന ചോദ്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല
എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് കാന്തപുരത്തിനോട് ചോദിച്ചിട്ട് ചെയ്യുകയുള്ളൂ എന്നൊരാളുടെ പ്രസംഗ ക്ലിപ്പിങ്ങിലൂടെ ഞാൻ കേട്ടു. അയാൾ ഇസ്ലാമിന് പുറത്താണോ അതോ അകത്താണോ? വളരെ പ്രസക്തമായൊരു ചോദ്യം. പക്ഷേ ഇത് ആധികാരിക മതപണ്ഡിത സംഘടനയുടെ കീഴ്ഘടകമാണ്. സാധാരണ SKSSFകാർ തലയിരിക്കുമ്പോൾ വാല് ആടാറില്ല. ഈ ചോദ്യകർത്താവ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഫത്വ കമ്മിറ്റിയോട് ചോദിച്ച് നിവാരണം വരുത്തേണ്ടതാണ്. ആളെ കുഫറിലേക്കും മുർത്തത്തിലേക്കും പറയുന്ന കാര്യമായതുകൊണ്ട് അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഫത്വ കമ്മിറ്റിയോട് ചോദിച്ച് അവർ ഇസ്ലാമിന്റെ പുറത്താണോ അകത്താണോ എന്ന് തെര്യപ്പെടുത്തേണ്ടതാണ്. കേട്ടോ, പറഞ്ഞ് AP അറിയാതെ കാന്തപുരം അറിയാതെ അള്ളാഹു ഒന്നും ചെയ്യൂല എന്ന് വരെ പറഞ്ഞു മൂപ്പര്. അപ്പൊ മൂപ്പര് അകത്താണോ പുറത്താണോ എന്നൊരാൾ ചോദിക്കാണ്, ഫത്വ ചോദിക്കുകയാണ്. അത് ഞങ്ങൾ സാധാരണ കുട്ടികളോട് ചോദിച്ചിട്ട് കാര്യമില്ല. സമസ്തയിലെ മുശാവറ അംഗങ്ങൾ അതേ സമസ്ത ഫത്വ ബോർഡിലേക്ക് ചോദിക്കണം. കാരണം പുറത്താകണ വിഷയമാണ്. ഞങ്ങൾ പുറത്താക്കിയോന്നും പറഞ്ഞ് ഒച്ചപ്പാടിട്ട് നടക്കാണ് ഇപ്പോഴും ആളുകൾ. ഒന്നല്ല 100 കണക്കിന് പറയാനുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ മിലാദാഘോഷം, അതേ റബീഉൽ അവ്വൽ 12 നടത്തപ്പെടുന്ന ഈ ആഘോഷമുണ്ടല്ലോ, അല്ലെങ്കിൽ റബീഉൽ അവ്വൽ 1 മുതൽ 30 വരെയോ പിന്നീട് റബീഉൽ ആഖിർ വരെയോ നീണ്ടു നിൽക്കുന്ന വിശാലമായ ആഘോഷമാവട്ടെ, അത്തരമൊരു ആഘോഷം അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചില്ല, സ്വഹാബത്തിന് അറിയില്ല. എത്രത്തോളം എന്നറിയുമോ? ഇന്നും അതാ സമസ്തയുടെ പള്ളിയിൽ വായിക്കപ്പെടുന്ന നബാത്തി ഖുത്ബയുണ്ടല്ലോ, ആ നബാത്തി ഖുത്ബയിൽ റബീഉൽ അവ്വലിന്റെ 5 ഖുത്ബകൾ പരിശോധിച്ചാൽ കാണാം, ഒരൊറ്റ ഖുത്ബയിലും മിലാദുൻ നബി എന്ന ചർച്ച തന്നെയില്ല. കണ്ടോ, ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതാണ് കേരളത്തിലെ ഔദ്യോഗിക സമസ്തക്കാരുടെ പള്ളിയിൽ ഇന്നും വായിച്ചു കൊണ്ടിരിക്കുന്ന ഇബ്നു നബാത്തത്തുൽ മിസ്രിയുടെ നബാത്തി ഖുത്ബ. ഈ നബാത്തി ഖുത്ബയിലെ ആദ്യത്തെ 5 റബീഉൽ അവ്വലിലെ 5 ഖുത്ബകൾ, ആദ്യത്തെ 2 ആഴ്ചകൾ, അതേ റബീഉൽ അവ്വൽ 12 വരെ കടന്നു വരുന്ന 2 ആഴ്ചകളിലും 2 പ്രാവശ്യവും വിഷയം ആദ്യത്തെ ആഴ്ചയിൽ വഫാത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ വഫാത്ത്. ഇവിടെ ചില നൗഷാദാശൻ ഇവിടെ ഒച്ചപ്പാടുണ്ടാക്കി. എന്താണെന്നറിയോ? നബിദിനാകെ റബീഉൽ അവ്വൽ കടന്നു വന്ന വഹാബികൾക്ക് ദുഃഖാണല്ലോ. ഇബ്ലീസിനും വഹാബികൾക്കും ദുഃഖം, ഇമാമുമാർക്കും അള്ളാഹ്ക്കും മലക്കുകൾക്കും സന്തോഷം. ദുഃഖം മുജാഹിദുകൾക്കല്ലേ? പറയടോ, നിങ്ങളുടെ ഈ വായിക്കപ്പെടുന്ന ഇബ്നു നബാത്തത്തുൽ മിസ്രി ആ നബാത്തി ഖുത്ബയിൽ എന്താ പരാമർശം? വഫാത്തുൻ നബി. വഫാത്ത് പറയും നിങ്ങളൊക്കെ പൊട്ടിച്ചിരിക്കലാ? അതിന് തിരിയണ്ടേ? പറയണ എന്താണ്? അതിന് പള്ളിയിലെ ഖത്തീബ് ഇത് വായിക്കുമ്പോൾ തിരിയണ്ടേ? ഫ്രണ്ടിലിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവില്ല. ആദ്യത്തെ 2 ഖുത്ബകളും റബീഉൽ അവ്വൽ മാസത്തെ ആദ്യത്തെ 2 ഖുത്ബകൾ നിങ്ങൾക്ക് കാണാം. ഒന്നാമത്തെ അൽ ഖുത്ബത്തുൽ ഊലാ മിൻ ശഹ്ർ റബീഉൽ അവ്വൽ യുദ്കറു ഫീഹാ വഫാത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ വഫാത്താണ് ചർച്ച. വിവരമുള്ള ഉസ്താദുമാരിത് വായിച്ചു കഴിഞ്ഞാൽ തൊണ്ടടറും, കണ്ണിന്ന് കണ്ണുനീര് വരും. ഖുത്ബ കേട്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു അത്ഭുതം തോന്നും. പുറത്തിറങ്ങുമ്പോൾ പറയുന്നത്തെ ഖുത്ബ വല്ലാത്തായിരുന്നു, ഉസ്താദ് കരഞ്ഞിക്കും. എന്താ മോനെ വിഷയം അറിയില്ല. അത് വിവരമുള്ള ഉസ്താദുമാർ വായിക്കുമ്പോഴാ. അല്ലാത്ത ആളുകൾ ഇങ്ങനെ അറബി പാരായണം ചെയ്തു പോകലേ ഉണ്ടാവുകയുള്ളൂ. ഇതിലെന്താ പറയുന്നറിയോ? അതേ പറയുന്ന വാചകം കേട്ടോ. فإنه لم يؤخر عند انقضاء مدته ولم يعمر عند حضور منيته ولقد أتاه في مثل شهركم هذا من رسل ربه الكرام الموكلين بقبض نفوس لنا فجدوا بروح الزكية لينقلوها. ഓ മുന്നിലിരിക്കുന്ന ശ്രോതാക്കളെ വിളിച്ചിട്ട് ഖത്തീബ് പറയാണ്, അല്ല മക്കളെ, ഇതുപോലത്തെ നിങ്ങളിപ്പം നിലനിൽക്കുന്ന റബീഉൽ അവ്വൽ മാസമുണ്ടല്ലോ, ഇതുപോലെ ഒരു റബീഉൽ അവ്വൽ മാസമാണ് നമ്മുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ശറഫാക്കപ്പെട്ട റൂഹ് പിടിച്ചുകൊണ്ട് പോകാൻ ആത്മാക്കളെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ കടന്നു വന്നു. എന്നിട്ടതാ പിന്നീട് വിശദീകരിക്കുന്നത് കരഞ്ഞുകൊണ്ടാണ് പറയാൻ പറ്റുക. പറയാ സന്തോഷമാണ് നിങ്ങൾക്ക് ഉണ്ടാകുക ആണോ അതോ ദുഃഖമോ? വഹാബികൾക്ക് മാത്രം ദുഃഖം, അല്ലാത്തവർക്കൊക്കെ സന്തോഷം. ആദ്യത്തെ ആഴ്ച മാത്രമോ? രണ്ടാമത്തെ ആഴ്ചയോ? അൽ ഖുത്ബത്തുൽ സാനി,
രണ്ടാമത്തെ ഖുത്ബത്തു സാനിയ മിൻ ശഹ്രി റബീഉൽ അവ്വൽ യുദ്കറു ഫീഹാ വഫാത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ വഫാത്തല്ലേ? സംശയമുണ്ടോ? സംശയമുണ്ടോ? എൻ്റെ കയ്യിലുണ്ട് ഇബ്നു നബാത്തുൽ മിസ്രിയുടെ ഖുത്ബ. ഇത് കാന്തപുരം വിഭാഗം വെട്ടിത്തിരുത്തി. അറിയണോ? ഇതായിരിക്കുന്നു എൻ്റെ കയ്യിൽ. ഇതെന്താ? മുഖ്തസറുൽ ഖുത്ബിൻ നബാത്തിയ. ഇബ്നു നബാത്തുൽ മിസ്രിയുടെ ഖുത്ബ ചുരുക്കുന്നു എന്ന പേരിൽ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ എന്നറിയപ്പെടുന്ന കാരന്തൂരികളുടെ ഒരു നേതാവ് ഈ പാരമ്പര്യം ഇവിടെ പറഞ്ഞല്ലോ, കുറെ പാരമ്പര്യം. എന്തേ ഇബ്നു നബാത്തുൽ മിസ്രിയുടെ പാരമ്പര്യം നിങ്ങൾക്ക് പറ്റാഞ്ഞു? ആ പാരമ്പര്യത്തിന്റെ കടക്കൽ കത്തിവെച്ചിട്ട് റബീഉൽ അവ്വലിലെ ഖുത്ബ നിങ്ങൾ വെട്ടിമാറ്റി. ചുരുക്കല്ല, വെട്ടിമുറിച്ചു. ഇതിലെന്താ ഒന്നാമത്തെ ഖുത്ബ എന്നറിയോ? ഒന്നാമത്തെ ഖുത്ബ റബീഉൽ അവ്വൽ, ഒന്നാമത്തെ ഖുത്ബ മദ്ഹുൻ നബി, ഇതിലോ വഫാത്തുൻ നബി. ചുരുക്കിയതാ ആണോ? മുജാഹിദുകളുടെ ചോദ്യത്തിന്റെ മുന്നിൽ മറുപടി പറയാൻ കഴിയാത്ത കാരന്തൂരികൾ അവരുടെ പള്ളി മിമ്പറിൽ നിന്ന് വായിക്കുന്ന ഖുത്ബയിൽ വരെ മാറ്റം വരുത്തേണ്ട ഗതികേട് നിങ്ങൾക്കുണ്ടായത് റബീഉൽ അവ്വൽ മാസത്തിൽ നിങ്ങൾ വായിക്കുന്ന ഖുത്ബയിൽ മിലാദുൻ നബി എന്ന് പറയപ്പെടുന്ന ഒരു വിഷയം കടന്നു വരാത്തത് എന്തുകൊണ്ടെന്ന് ചിന്തിക്കുമ്പോഴല്ലേ അറിയുക. ഇബ്നു നബാത്തുൽ മിസ്രി എന്ന ഈജിപ്തിൽ ജീവിച്ചിരുന്ന പണ്ഡിതനുണ്ടല്ലോ, അദ്ദേഹം സാന്ദർഭിക ഖുത്ബ നടത്തിയതാ. അദ്ദേഹത്തിന്റെ ഖുത്ബയിൽ റബീഉൽ അവ്വലിൽ സാന്ദർഭികമായി കടന്നു വരുന്നത് വഫാത്തുൻ നബിയാണ്. അനിഷേധ്യമായി തെളിയിക്കപ്പെട്ടത് വഫാത്തുൻ നബിയാണ്. അതുകൊണ്ട് അദ്ദേഹം വഫാത്തുൻ നബി കാരണം അത് മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും വലിയ മുസീബത്ത് അത് ഞാൻ നഷ്ടപ്പെട്ട മുസീബത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്കൊരു പ്രയാസം വന്നാൽ ഞാൻ നഷ്ടപ്പെട്ട മുസീബത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കൂ. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയാസങ്ങളെ ചെറുതായി അനുഭവപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, നിങ്ങളെ 2 ഖുത്ബ കിതാബും എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ 2 ഖുത്ബ കിതാബും എൻ്റെ കയ്യിലുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റുന്ന ആൺകുട്ടികളുണ്ടോ കാരന്തൂരികളുടെ കൂട്ടത്തിൽ? ഉണ്ടെങ്കിൽ നോക്കാം. ഈ 2 ഖുത്ബകളും ഇതാ നിങ്ങൾ വെട്ടിച്ചുരുക്കി വെട്ടി മാറ്റിയ ഖുത്ബ കിതാബും ഇവിടെ ഇപ്പോഴും സമസ്തക്കാരന്റെ പള്ളിയിൽ പറയപ്പെടുന്ന ഇബ്നു നബാത്തുൽ മിസ്രിയുടെ ഖുത്ബ കിതാബും 2 എൻ്റെ കയ്യിലുണ്ട്. എവിടെയൊന്നും മദ്ഹുൻ നബി എന്നും മുഅ്ജിസത്തുൻ നബി എന്നും അതുപോലെ തന്നെ അഹ്വാലുൻ നബി എന്നും പിന്നീട് അവസാനം വഫാത്തുൻ നബി എന്നും പറഞ്ഞ 5 ഖുത്ബകൾ മാറ്റിമറിച്ചു നിങ്ങൾ. അപ്പോഴും നിങ്ങൾക്ക് മിലാദുൻ നബി എന്ന് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ നബിദിനാഘോഷം എന്ന വിഷയം നിങ്ങളുടെ മിമ്പറുകളിൽ പോലും റബീഉൽ അവ്വലിൽ ചർച്ച ചെയ്യുന്നില്ല. പിന്നെയോ ഞങ്ങളെക്കുറിച്ച് വലിയൊരു അപരാധം പറഞ്ഞു. നബിദിനാഘോഷിക്കൂലവരെ. എന്താ കാര്യം? ഇവർ റസൂലുള്ളാഹിനെ സാധാരണക്കാരനായി ചിത്രീകരിക്കുന്നവരല്ലേ. ഇവർക്ക് റസൂലുള്ള സാധാരണക്കാരനല്ലേ, ഞങ്ങൾ റസൂലുള്ളാഹിനെ സാധാരണക്കാരനാക്കിയവരല്ലേ എന്ന് നാഴികക്ക് 40 വട്ടം ഉളുപ്പില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുസ്ലിയാക്കന്മാരെ, അല്ല കാരന്തൂരികളെ, നിങ്ങളുടെ നേതാവിതാ നിങ്ങൾക്ക് മറുപടി പറയുകയാണ്. കേട്ടോളൂ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ മറുപടി. അല്ലാഹുവിന്റെ റസൂല് സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവൻ കാഫിറാണ് എന്ന് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേരെന്താണെന്നറിയോ? ആ പുസ്തകത്തിന്റെ പേര് സെൽസബീൽ എന്നാണ്. അത് ഇറക്കുന്നത് ആരാണ് എന്നറിയോ? ഉമർ മൗലവിയാണ്. ഉമർ മൗലവിയുടെ സെൽസബീൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി കേവല സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവൻ കാഫിറാണെന്ന് ഉമർ മൗലവി പറയുന്നു. സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് ആരോടും വിദ്വേഷമില്ല, വൈരാഗ്യമില്ല. ഉമർ മൗലവി സത്യം പറഞ്ഞാൽ ഞങ്ങളും അത് അംഗീകരിക്കും. ഉമർ മൗലവിയോട് വ്യക്തിപരമായി ഞങ്ങൾക്ക് കേട്ടോ പ്രിയപ്പെട്ട സഹോദരന്മാരെ. എന്താ കേട്ട്? ഉമർ മൗലവി ഇന്നലെ എഴുതിയതാ ആണോ? ഉമർ മൗലവി ഇന്നലെ എഴുതിയാണോ? അതോ കാരന്തൂരികളുടെ പ്രസംഗം കേട്ടിട്ട് മാറ്റം വരുത്തിയതാണോ? അല്ല. ഉമർ മൗലവിയുടെ ഈ സൽസബീൽ കയ്യിലെടുക്കാൻ പേരോടിന് പ്രചോദനമായത് എന്താണെന്നറിയോ? ഈ കാലഘട്ടത്തിൽ ഒരു മുടിയും കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് വിശാലമായ സമയമില്ല, 8:30 ചോദ്യോത്തര സെഷനിൽ നിർത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അല്പം സ്പീഡിൽ ഓടുന്നത്. ആ മുടിയും കൊണ്ട് കടന്നു വന്നപ്പോ ചില ആളുകളൊക്കെ അപശബ്ദങ്ങൾ ഉണ്ടാക്കി അവിടുന്നൊക്കെ എന്ന് പറഞ്ഞ റസൂലുള്ളാഹിന്റെ ആധാറുകളെ ബോഡി വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ കോളം എഴുതിയപ്പോ അതിന് മറുപടി പറയാൻ വേണ്ടിയിട്ടാ ഉമർ മൗലവിയുടെ സൽസബീൽ പൊക്കിപ്പിടിച്ചത്. എന്താ ഉമർ മൗലവി പറഞ്ഞത്?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അയാൾ കാഫിറായി പോകുമെന്നാണ്. കേട്ടോ, കാരന്തൂരികൾ ശരിക്ക് പഠിച്ചോ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കേരളക്കരയിൽ, കേരളത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ഓടി നടന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ആദർശം ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഉമർ മൗലവി റഹിമഹുല്ലാഹ്, അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പേ തന്റെ സൽസബീലിൽ വ്യക്തമായിട്ട് എഴുതി, അള്ളാഹുവിന്റെ റസൂൽ സാധാരണക്കാരനാണെന്നൊരാൾ പറഞ്ഞാൽ അയാൾ കാഫിറായി പോകുമെന്ന്. എന്നിട്ടും മുസ്ലിയാക്കന്മാർക്ക് യാതൊരുവിധ എന്താ പറയാ, അവർക്ക് യാതൊരുവിധ മനസാക്ഷി കുത്തുമില്ലാതെ ഇപ്പോഴും പ്രസംഗിച്ചടക്കാണ് ഇവർ റസൂലുള്ളാഹിനെ സാധാരണക്കാരനാക്കുന്നു. കേട്ടോ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇതാ കാരന്തൂരികളുടെ നേതാവ് തന്നെ പ്രഖ്യാപിച്ചത് കേട്ടല്ലോ, ഞങ്ങളുടെ ആദർശമാണ് ഉമർ മൗലവി റഹിമഹുല്ലാഹ് തന്റെ സൽസബീൽ രേഖപ്പെടുത്തിയത്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരമൊരു സമ്പ്രദായം നടത്തിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ലോകത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാരെല്ലാം ശക്തമായ ആ വിഷയം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പിൽക്കാലത്ത് കടന്നു വന്ന ആളുകൾ ഈ ആഘോഷം കടത്തിക്കൂട്ടിയ ആളുകൾക്കെതിരെ ശക്തമായ സമീപനം സ്വീകരിച്ചു. അവർ പറഞ്ഞു, ഇല്ല, 3 നൂറ്റാണ്ട് വരെ ഇത്തരമൊരു സമ്പ്രദായം ഉണ്ടായിട്ടേയില്ല. 3 നൂറ്റാണ്ടിന് ശേഷമാണ് ഒരു മനുഷ്യനതെ ഇർബൽ ഭരിച്ചിരുന്ന മുളഫർ എന്ന രാജാവാണ് ഈ ആഘോഷത്തിന് തുടക്കം കുറിച്ചതെന്നും അദ്ദേഹത്തിന്റെ തുടക്കം കുറിക്കലിൽ വിശാലമായൊരു മൗലിദാഘോഷം അയാൾ സംഘടിപ്പിച്ചു എന്നാണ്. 5000 കണക്കിന് ആടിനെയും കോഴിയെയും ഒക്കെ അറുത്ത് കരിച്ച് പൊരിച്ച് തിന്ന് പോകുന്നവർക്ക് അലുവ ഫ്രീ ആയി സ്വീറ്റും കൊടുത്ത് അങ്ങനെ കടന്നുപോയ ഒരു ആഘോഷമുണ്ടായിട്ടുണ്ട്. പണ്ഡിതന്മാർ രേഖപ്പെടുത്തി 3 നൂറ്റാണ്ടിന് ശേഷമാണ് ഈ സംഗതി ഉണ്ടായത്. ഇബ്നു ഹജർ പറഞ്ഞ വാചകം, അസ്ലു അമലിൽ മൗലിദ് ബിദ്അത്തുൽ, ബിദ്അത്താണ് ഏത്, മൗലിദിന്റെ അടിസ്ഥാനം തന്നെ ബിദ്അത്താണ്, അനാചാരമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു കൊടുത്തു. ഫാക്കിഹാനി, താജുദ്ദീനുൽ ഫാക്കിഹാനി അദ്ദേഹം അത് രേഖപ്പെടുത്തി. ഇല്ല, ഇത് ഹറാമെന്നാണ് എനിക്ക് പറയാനുള്ളത്, ഇത് ബിദ്അത്ത് തന്നെയാണ്. അള്ളാഹു എൻ്റെ അടുത്ത് ചോദിച്ചാലും എനിക്കത് തന്നെയാണ് മറുപടി പറയാനുള്ളത് എന്ന് അതാ ഫാക്കിഹാനി രേഖപ്പെടുത്തി. ഞാൻ പറഞ്ഞത്, ഇങ്ങനെ കഴിഞ്ഞുപോയ പണ്ഡിതന്മാരെല്ലാം ഈ വിഷയത്തെ ശക്തമായി സമീപിക്കുകയും വ്യക്തമായ രൂപത്തിൽ കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയുമായി കടന്നു വന്നു കേരളത്തിലെ കാരന്തൂരികളുടെ നേതാവായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. കടന്നു വന്ന് മുടി കൊണ്ടുവന്നു, 4 ഭാഗത്തുനിന്നും ആളുകൾ അടിച്ചു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയോ, കാരന്തൂരികൾ മുടി വിട്ടു, പക്ഷെ നാട്ടുകാർ വിടുന്നില്ല. അവരിങ്ങനെ മുടിയുടെ ചർച്ച ഇല്ലാതാക്കി പോകാൻ നടക്കുക, പക്ഷെ വിടുന്നില്ല ആളുകൾ. അവർ പിന്നാലെ പിടിച്ചിരിക്കുകയാണ്. മുമ്പൊരാൾ വെള്ളത്തിൽ ചാടി ഒരു വലിയ കറുത്ത കരിമ്പടം ആണെന്ന് വിചാരിച്ചൊരു വലിയ കറുത്ത കരിമ്പടം കണ്ട് ചാടി പിടിച്ചു വലിച്ച് കുറെ കഴിഞ്ഞിട്ടും അയാൾ കയറണില്ല. കരയിൽ നിൽക്കുന്ന ആളുകൾ പറഞ്ഞു, നിങ്ങൾ കയറിപ്പോരീൻ, കരിമ്പടം കിട്ടിയല്ലോ. അപ്പൊ അയാൾ പറയാണ്, കമ്പിളി ഞാൻ വിട്ടു, പക്ഷെ കമ്പിളി എന്നെ വിടുന്നില്ല. അയാൾ പിടിച്ചത് എന്തായിരുന്നു, കരിമ്പടമാണെന്ന് വിചാരിച്ച് ചാടിപ്പിടിച്ചത് വലിയൊരു കരടിയായിരുന്നു. കരടി അയാളെ വിടുന്നില്ല. ഇതുപോലെ കാരന്തൂരികൾ മുടിയുമായി വന്നു. ഇപ്പൊ കാരന്തൂരികൾ മുടിവിട്ടു, പക്ഷെ നാട്ടുകാർ വിടുന്നില്ല. നാട്ടുകാർ ഇപ്പോഴും പിടിച്ചിരിക്കുന്നു. അവസാനം നമ്മളെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കഴിഞ്ഞ പ്രാവശ്യം ഒരു തരികിട കൂടി നടത്തി. അതെന്താ, ഒരു മുടി കലക്കിയ വെള്ളം കൂടി കൊണ്ടുവന്നു. ഒരു മുടി കലക്കിയ മണ്ണ് കലക്കിയ വെള്ളം അതുമായി കടന്നു വന്നു. എന്നിട്ടതാ നമ്മൾക്ക് ഇദ്ദേഹം പ്രസംഗിക്കുകയാണ്, ഇങ്ങനെ ഒരു സമ്പ്രദായം റസൂലുള്ളാഹിന്റെ ഖബറിന്റെ പുറത്തുള്ള പൊടി തട്ടിക്കൂട്ടി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, അടുത്ത വെള്ളത്തിൽ നിങ്ങൾക്ക് കലക്കിത്തരാം കേട്ടോ. കാന്തപുരം പ്രസംഗിക്കുന്നത്, ഇനി കുണ്ടൂർ ഉറൂസ് ഇങ്ങനെ ഇനിതാ ഇൻഷാ അല്ലാഹ് SSFന്റെ 40ാം വാർഷിക സമ്മേളനം വരുന്നു. അതോടുകൂടി ഇക്കൂട്ടർ വിറച്ചിട്ട് ചത്തുപോകും, യാതൊരു സംശയവും ഇല്ല. വെപ്രാളം കൊണ്ട് എന്തെല്ലോ ജഗ്ജം പിച്ചം പറഞ്ഞുകൊണ്ടിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറുകളെ
ഞങ്ങൾ ബഹുമാനിക്കുന്നതിന് നിങ്ങൾക്കെന്താ? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ ബഹുമാനിക്കണ്ട, നിങ്ങൾ ആദരിക്കണ്ട. നാളെ ഇൻഷാ അല്ലാഹ് മർക്കസു തഖാഫത്തി സുന്നിയയിൽ ഷഅർ മുബാറക്ക് കാണിക്കപ്പെടുന്നു. കൂടാതെ ഷഅർ മുബാറക്കിന്റെ കൂടെ അത് ഇട്ട വെള്ളം സംസം വെള്ളത്തിലിട്ട് ആ വെള്ളം വലിയ ചെമ്പിലെ വെള്ളത്തിലൊഴിച്ച് എല്ലാവർക്കും കൊടുക്കുന്ന കൂട്ടത്തിൽ ഷഅർ മുബാറക്കിൻ അതിൽ മുക്കിയതിന് പുറമേ ആ വെള്ളത്തിൽ പുതിയ മറ്റൊന്നുകൂടി ചേർത്തിരിക്കുന്നു. എന്താണത്? ഞങ്ങൾക്ക് വിശ്വാസമുള്ളത് മദീന മുനവ്വറയിലെ തുർബത്തുൽ ഹുജ്റത്ത് ശരീഫ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഷരീഫിന്റെ മുകളിൽ സാധാരണ തുടക്കാറുണ്ട്. ആ കമ്പിവലയുടെ ഉള്ളിലൂടെ കാറ്റ് കടക്കുകയും അതിലൂടെ പൊടി കടക്കുകയും ചെയ്യുമ്പോൾ ചെറിയ നേരിയ പൊടി അവിടെയുണ്ടാകും. അതിന്റെ പുറമേ അവിടത്തെ ആ ഖബർ ഷരീഫിന്റെ മുകളിൽ ചന്ദനത്തിന്റെ പൊടി ഇടാറുണ്ട്. അതെല്ലാം കൂടി എടുത്തിട്ട് മദീന മുനവ്വറയിലെ പ്രധാനപ്പെട്ട ആളുകൾ ആ റൗളത്തു ഷരീഫ് നോക്കുന്ന ആളുകളുടെ കൈവശത്തിലുള്ളതാണ്. അതാണ് തുർബത്തുൽ ഹുജ്റത്ത് ശരീഫ. അത് വിനീതനായ എനിക്ക് തന്നു. നാളെ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ അതും കൂടി ചേർത്തിയതാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവൻ വല്ലാത്തൊരു പഴഞ്ചനാണ് എന്ന് പറഞ്ഞാൽ പഴഞ്ചനായിക്കോട്ടെ, നമ്മൾ പഴഞ്ചനായിക്കോട്ടെ, നമ്മൾ പഴഞ്ചന്മാര് തന്നെ. അതിന് ബർക്കത്തുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ശരീഫ് അതാണ് ലോകത്ത് വെച്ച് ഏറ്റവും ബഹുമാനപ്പെട്ട സ്ഥലം. കഅബത്തിനേക്കാളും ബഹുമാനമുള്ളത് അവിടുത്തെ ഖബർ ശരീഫാണ്. അവിടുത്തെ ശരീരമാണ് എല്ലാ വസ്തുക്കളെക്കാളും ശ്രേഷ്ഠതയുള്ള ശരീരം. അതുപോലെ ആ ശരീരം തൊട്ട ഖബർ ശരീഫാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഭൂമി. ഭൂമിയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്ഥലം, ആകാശത്തിലും ഭൂമിയിലും വെച്ചുള്ള ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്ഥലം. ആ സ്ഥലത്ത് ആ ഖബർ ശരീഫിന്റെ മുകളിൽ ഉണ്ടാകുന്ന പൊടി, അത് ചന്ദനത്തിന്റെ പൊടിയായാലും മണ്ണിന്റെ പൊടിയായാലും അതിന് ബറക്കത്തുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾ ബറക്കത്തുള്ള ഒന്നും വിശ്വസിക്കാത്തവരാണ്, നിങ്ങൾ അതിന്റെ വിരോധികളാണ്, നിങ്ങൾ അങ്ങനെ നടന്നുകൊള്ളുക. ഞങ്ങളെ വഴിക്ക് നടക്കട്ടെ. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം, അവിടത്തെ ബഹുമാനിക്കലും, അവിടുന്ന് തൊട്ട സ്ഥലത്തെ ബഹുമാനിക്കലും, അവിടുന്ന് ഇരുന്ന സ്ഥലത്തെ ബഹുമാനിക്കലും, അവിടുന്ന് ആദരിച്ച വസ്തുക്കളെ ആദരിക്കലും എല്ലാം നബി തങ്ങളോടുള്ള ആദരവിൽപ്പെട്ടതാണ്. യാതൊരു സംശയവും വേണ്ട. ഞാൻ കേട്ടോ. അപ്പൊ എന്താ, ഇത്രയും നാള് മുടിയായിരുന്നു, ഇപ്പൊ വടിയും തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ എന്താണ് പറഞ്ഞത്? പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഈ കൗമിന്റെ അവസ്ഥ നോക്കുങ്ങള്. പൊടി കലക്കി വെള്ളം തരുമെന്ന് പറയുമ്പോഴും അപ്പോഴും അല്ലാഹു അക്ബർ എന്ന് വിളിക്കുക. പിന്നെ എന്താ അദ്ദേഹം പറഞ്ഞൊരു വലിയ ബഡായി? പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾ ഈ സ്ക്രീനിൽ ശ്രദ്ധിക്കാം. ഇന്നും മദീനത്ത് ചെന്നാൽ റസൂലുള്ളാഹിന്റെ ഖബർ എങ്ങനെയെന്ന് കാണിക്കുന്ന, അത് ഒരെണ്ണം മാത്രം, റസൂലുള്ളാഹിന്റെ ഖബർ എങ്ങനെയെന്ന് കാണിക്കുന്ന മാതൃകയാണ് കാണുന്നത്. മാതൃകയാണത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറും സാഹിബൈനിയുടെ ഖബറും, 3 ഖബറുകൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ റൂമിന്റെ ഉള്ളിൽ ആ റൂമിന്റെ ഉള്ളിൽ നോക്കൂ നിങ്ങൾ. ആ റൂമിന്റെ ഉള്ളിലതാ 3 ഖബറുകൾ. ആ റൂമിന്റെ പുറത്തുള്ള കെട്ട് വലിയ കെട്ട് കെട്ടി തിരിച്ചിരിക്കുന്നു. ആ കെട്ടിന് വാതിലില്ല. ഇനി അടുത്തതോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുള്ള 5 മൂലക്കെട്ടാണ് രണ്ടാമത് നിങ്ങൾ കാണുന്നത്. ഫാത്തിമ ബീവിയുടെ റൂമിന്റെ നേരെ, വീടിന്റെ നേരേക്ക് ആ പിന്നെ ത്രികോണം പോലെ വന്നിട്ട് അങ്ങനെയുള്ള 5 മൂലക്കെട്ട്. ആ കെട്ടിനും വാതിലില്ല.
അതിനു പുറമേ കാണുന്ന റൗണ്ട് അണ്ടർഗ്രൗണ്ടിലേക്ക് അതാ പ്രത്യേകം റസൂലുള്ളാഹിന്റെ ഖബർ പ്രത്യേകമായി ബ്ലോക്ക് ചെയ്യുന്ന തരത്തിലുള്ള കെട്ട്. അതിനു പുറമേ കാണുന്ന ആ വലിയ കെട്ടാണ് ഇന്ന് കാണുന്ന ആ ഗ്രിൽ ഇട്ട ഭാഗമാണത്. ഗ്രിൽ ഇട്ട ഭാഗത്താണ് പച്ചത്തുണി കെട്ടിയിട്ടുള്ളത്. ഖബറും പുറത്ത് ചന്ദനത്തിരിയിടാൻ ആരാ കാന്തപുരം പോയത്? ആരാണത് കൊടുക്കുന്നത്? പറയാൻ ആണത്തമുള്ള ചങ്കൂറ്റമുള്ള ഏതെങ്കിലും കാരന്തൂരികളുണ്ടോ? ആ ഖബർ 1000 കൊല്ലത്തിന് ശേഷം ഒരൊറ്റയാളും അതിന്റെ ഉള്ളിലേക്ക് കടന്നിട്ടില്ല എന്ന് മദീനയിലെ ചരിത്രമറിയുന്നവർക്കറിയാം. മത്ഹഫിൽ പോയി നോക്ക്, മ്യൂസിയത്തിൽ പോയി നോക്ക്, അതിന്റെ രൂപം കാണാം. നാട്ടുകാരെ പറ്റിക്കാൻ കാന്തപുരം നടത്തുന്ന തന്ത്രത്തിന്റെ പുതിയ ഭാഗമാണത്. ഖബറിന്റെ പുറത്തിട്ടിരിക്കുന്ന ചന്ദനത്തിന്റെ പൊടിയും പുറത്തുനിന്ന് അടിച്ചു വരുന്ന കാറ്റിൽ വരുന്ന പൊടിയും കൂടി വടിച്ചിട്ട് അവിടെ സൂക്ഷിച്ചത്ര ആര്? അതിനകത്ത് അത് ഞാൻ പറഞ്ഞുതരാം. പുറത്ത് ഈ സൗദിന്റെ പ്രത്യേകത, ഗൾഫ് രാജ്യങ്ങളുടെ പ്രത്യേകത, ഇടക്കിടക്ക് പൊടിക്കാറ്റുണ്ടാവും. അതിങ്ങനെ അടിച്ച് കയറുമ്പോൾ ആ ഗ്രില്ലിട്ട ഭാഗത്തെ പച്ചത്തുണിയിൽ അത് പറ്റിയിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഇടക്കിടക്ക് അവിടെ ജോലിക്കുന്ന ബംഗാളികൾ അതിങ്ങനെ അടിച്ച് പുറത്ത് കളയും. ഈ കഴിഞ്ഞ പ്രാവശ്യം അത് പുറത്ത് കളയാൻ നിൽക്കുമ്പോൾ ഒരാൾ ആ തുണിയാട്ട് നിൽക്കണ്. മോനെ കളയല്ല, ഇങ്ങോട്ടിട്. ഓന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ കാണും. ഇതെന്താ പൊടി? ഇടടോ, അനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇത് കോടിക്കണക്കിന് ഉറുപ്പ്യ സാധനല്ലേ. അത് പൊടിയാണെങ്കിലും ഞമ്മക്കത് പറ്റിയതാണ്. അതാ മൂപ്പര് മുൻകൂർ ജാമ്യം എടുത്തത്. ഞങ്ങളെ വിശ്വാസാണ്, ഞങ്ങളെ വിശ്വാസമാണ്. നാട്ടുകാര് പഠിച്ചോ, തട്ടിപ്പുകളും വെട്ടിപ്പുകളും മാത്രം ശീലമാക്കിയ കാരന്തൂരികളുടെ തട്ടിപ്പിന്റെ പുതിയ തന്ത്രം കൂടിയാണ് ഈ മുടി ജ്യൂസിന്റെ കൂടെ പൊടി ജ്യൂസ് കൂടി കലർത്തുക എന്ന തന്ത്രം. ഇതൊക്കെ കേരളക്കരയിൽ വിറ്റ് കാശാക്കാമെന്ന് വിചാരിച്ചാൽ ഇല്ല മക്കളെ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരാൺകുട്ടിയെങ്കിലും നിലനിൽക്കുന്ന കാലത്തോളം അത് നിങ്ങൾക്ക് സാധ്യമല്ല എന്നീ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ചോദ്യോത്തരത്തിലേക്ക് മാറും ഇൻഷാ അല്ലാഹ്. ഞാൻ ഒരു കാര്യം കൂടി ഉണർത്തട്ടെ. അതാ ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം പറഞ്ഞു. മുജാഹിദികളെ ഇപ്പൊ ആകെ ജിന്നു കൂടിയിരിക്കാണ്. മുജാഹിദികൾ എല്ലായിടത്തും ജിന്നാണ് എന്നാ പറഞ്ഞത്. എന്നാൽ യഥാർത്ഥത്തിൽ ജിന്ന് പേരോടിനെയാണ് പിടികൂടിയത്. പേരോടിനെയാണ് ജിന്ന് പിടികൂടിയത്. അത് 2 ഭാഗമുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ 2 കാണിക്കാം. എന്താണ് പേരോട് പറയാണ് ജിന്ന് എവിടെ ഉള്ളത്? കേട്ടോളി. ഓ ജനങ്ങളെ, ജിന്നുകൾ പല കോലത്തിലും വരും. ആ ജിന്നിന്റെ വരവ് കണ്ട് നിങ്ങൾ പെട്ടുപോകണ്ട. ചിലപ്പോ പേരോടിന്റെ കോലത്തിൽ വരും, ചിലപ്പോ തൈക്കണ്ടി ഉസ്താദിന്റെ കോലത്തിൽ വരും. ജിന്ന് പല രൂപത്തിലും വരും. ആ ജിന്ന് വരുന്ന കോലം കണ്ടിട്ട് പണ്ഡിതന്മാരും മുത്തഅല്ലിമീങ്ങളും നമ്മളെ പെണ്ണുങ്ങളെടുത്ത് വരുന്നുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചു പോകേണ്ടത് ഈ ജിന്നാണ്. പണ്ഡിതന്മാരും മുത്തഅല്ലിമീങ്ങളും നമ്മളെ പെണ്ണുങ്ങളെടുത്ത് വരുന്നുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചു പോകേണ്ടത് ഈ ജിന്നാണ്. എന്താ പറഞ്ഞ്? മുത്തഅല്ലിമീങ്ങളെ, മുസ്ലിയാക്കന്മാരെ നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളെ പെണ്ണുങ്ങളടുത്ത് അടുക്കള മുയിലാമാര് നിൽക്കുന്ന കണ്ട നിങ്ങളൊന്നും ചെയ്തേക്കല്ല, അത് ജിന്നായിരിക്കും. അനുവാദം കൊടുക്കുന്ന പേരോട് പറയടോ, ആരുടെ അടുത്താ ജിന്ന്? എവിടെയാ ജിന്ന് കയറിയത്? ആരുടെ വീട്ടിലാ ജിന്ന് വന്നത്? ആരുടെ കോലത്തിലാ ജിന്ന് വന്നത്? പേരോടിന്റെയും തൈക്കണ്ടി ഉസ്താദിന്റെയും കോലത്തിൽ. കഴിഞ്ഞില്ല, ഇനി പേരോടിനെ തന്നെ പിടിക്കുന്നുണ്ട്. ഒരു കൂട്ടർ പിടിച്ച് എന്റെ വീട്ടിൽ കയറി എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് തടി കഴിച്ചരാക്കാൻ ഞാനല്ലായിരുന്നു, ജിന്നായിരുന്നു. കേട്ടോളി. നിങ്ങൾക്കറിയില്ലേ ഇവിടെ ചെക്കിയാട് കള്ളത്തരീക്കത്തിൽ പോയി ഒരു പെണ്ണ് ഭർത്താവ്. എന്നിട്ടോ ഞാൻ അവിടെ പോയി പ്രസംഗിച്ചു. എന്താ ആ സ്ത്രീ പറഞ്ഞത്? ആ സ്ത്രീ പറഞ്ഞത് പേരോട് ഉസ്താദ് ഇടക്കിടക്ക് എന്റെ അടുത്ത് പേരല്ലുണ്ട്. പിന്നെ ആരാ വരുന്നത്? പിന്നെ തൈക്കണ്ടി ഉസ്താദ് വരുന്നത്. അവളെ ഭർത്താവും പറഞ്ഞത് തന്നെ. അവരെന്നോട് ചോദിച്ചു, ഞാൻ പോയിട്ടില്ല. പിന്നെ ആരാ പോയത്? പിന്നെ ആരാ? ആ പെണ്ണും ആ പെണ്ണിന്റെ ഭർത്താവും പറയുന്നു ഇവർ രണ്ടാളും അവിടെ ചെന്നിട്ടുണ്ട്, ആ പെണ്ണിന്റെ അടുത്ത് ചെന്നിട്ടുണ്ട് എന്ന് ഇവർ പറഞ്ഞു. പറയല്ല. പിന്നെ ആരാ? അതാ പേരോട് നേരത്തെ പറഞ്ഞ ജിന്നാണ്. അത് ജിന്നാണ്. അപ്പൊ ജിന്നെവിടെയാ? എവിടെയാ ശനി? നിങ്ങളുടെ കൂട്ടത്തിലാണ്. പിന്നെ ഞങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ജിന്ന് കയറിയാൽ ഇറക്കാൻ ധൈര്യമുള്ള, ഇറക്കാൻ പറ്റുന്ന റുഖിയ ശറഅ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഞങ്ങളെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് നിൽക്കാം. പക്ഷെ നിങ്ങൾക്കോ? നിങ്ങളെ വിഷയം ശരിക്കും പഠിച്ചോളിൽ. അപ്പോ ആ വിഷയങ്ങളൊക്കെ അപ്പുറത്ത് നിങ്ങളുടെ കയ്യിലാണ് കേട്ടോ.
നിങ്ങളുടെ കയ്യിലാണ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. അതുകൊണ്ട് മുസ്ലിയാക്കന്മാർക്ക് സ്വാഗതം. ഇതാ 8:30 മുസ്ലിയാക്കന്മാർക്ക് സ്വാഗതം. ആരാണ് ചോദിക്കാനുള്ളത് അവർക്ക് വരാം ഇൻഷാ അല്ലാഹ്. അതിനുശേഷം ഇനി ചോദ്യം കുറഞ്ഞാൽ ഞാൻ എൻ്റെ ബാക്കി വിഷയങ്ങൾ വിശദീകരിക്കും. ഇൻഷാ അല്ലാഹ് അവർക്ക് കടന്നു വരാവുന്നതാണ്.